ട്രെയിൽസ് ആൻഡ് ട്രാവൽ ഫുട്ടേജിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് UAE ഒരു ഐക്കോണിക് എന്ന് പറയാവുന്ന മിറക്കിൾ ഗാർഡനിലാണ്. മിറക്കിൾ ഗാർഡന്റെ വിഷ്വൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ മിറക്കിൾ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ജയൻ പൂക്കുടയുടെ അകത്തുകൂടെ കയറി നേരെ കാണുന്നതാണ് ഈ ഒരു ജയൻ ഹോഴ്സ്. അത് കഴിഞ്ഞ് നേരെ ലെഫ്റ്റിലേക്ക് പോയിട്ടാണ് ലെഫ്റ്റ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലെഫ്റ്റ് തന്നെ ഫുള്ള് ഒരു സൈഡ് ഫുള്ള് ഫുഡ് കോർട്ടുകളാണ്. ഫുഡ് കോർട്ടിൻ്റെ ഓരോ കോർട്ടിൻ്റെയും ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന അതിമനോഹരമായ പ്ലേസും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വിസിറ്റ്. ഒരുപാട് തവണ ഞാൻ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചൊരു പ്ലേസാണ്, പക്ഷേ എന്തോ പലപ്പോഴും നടന്നില്ല. ഫൈനലി ഞാൻ വന്നു. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ദുബായിൽ വരുന്ന എല്ലാവരുടെയും, ദുബായിലേക്ക് നല്ല UAE വരുന്ന എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ് ദുബായ് മിറക്കിൾ ഗാർഡൻ. 2013 ഫെബ്രുവരി 14 ദുബായ് മിറക്കിൾ ഗാർഡൻ പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഓരോ വർഷവും ഓരോ സീസണും ശരിക്കും ഒരു രക്ഷയില്ലാത്ത ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സർപ്രൈസുകളുണ്ട് ദുബായ് മിറക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞാൽ. ഒരു ദുബായുടെ എന്നുള്ളതല്ല, വേൾഡിലെ ലാർജസ്റ്റ് നാച്ചുറൽ ഫ്ലവർ ഗാർഡനാണ് ദുബായ് മിറക്കിൾ ഗാർഡൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏകദേശം 150 മില്യൺ വിടർന്ന് നിൽക്കുന്ന പൂക്കൾ കൊണ്ടുള്ള ഒരു ഗാർഡനാണ് ദുബായ് മിറക്കിൾ ഗാർഡൻ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അപ്പോൾ UAE വരുന്ന എല്ലാവരെയും മോസ്റ്റ് വെൽക്കം ചെയ്യുന്ന ഒരു പ്ലേസാണ് കേട്ടോ ദുബായ് മിറക്കിൾ ഗാർഡൻ. നിങ്ങൾ ഒരിക്കലും UAE വരുന്ന ആളുകൾ, UAE മാത്രമല്ല ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു മിഡിൽ ഹബ്ബാണ് UAE എന്ന് പറയുന്നത്. കാരണം എമിറേറ്റ്സിലേക്ക് പോകുന്ന ആൾക്കാർ, അപ്പോൾ ഇവിടെ ഇതുവഴി പോകുന്നവർ മിറക്കിൾ ഗാർഡനും ഡെഫിനറ്റായിട്ട് കണ്ടിട്ട് പോകുക. ഒരു രക്ഷയില്ലായിരിക്കും. പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാമബിൾ പ്ലേസ്, അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിന് പറ്റിയ അങ്ങനെയൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ് മിറക്കിൾ ഗാർഡൻ. ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു വിൻ്റർ വരുന്ന ടൈമിലാണ്. ഒക്ടോബർ തൊട്ട് മെയ് വരെയാണ് ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത്. ആ ഒരു സമയത്താണ് മിറക്കിൾ ഗാർഡൻ ഓപ്പൺ ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ തന്നെ, അതൊരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ ഒരു സമയത്തൊക്കെയാണ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാനായിട്ട്. നല്ലൊരു ക്ലൈമറ്റാണ് UAE. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വരുവാണെങ്കിൽ ഒരു രക്ഷയില്ലാതെ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഏത് ടൈമിൽ വന്നാലും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ വലിയ വള്ളം പോലെയൊക്കെ കാണുന്നില്ലേ. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുടകൾ കൊണ്ടുള്ള, വർണ്ണാഭമായ കുടകൾ കൊണ്ടുള്ള ഒരു ടണൽ. ഇങ്ങനെ ഒരുപാട് വെറൈറ്റികളാണ് ഇവിടെ മുഴുവനായിട്ട് കാണാവുന്നത്. ഒരു രക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ. ഇതൊരു മറ്റൊരു വെറൈറ്റിയാണ്. നമ്മൾ കയറി വരുന്ന ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ ഒരു ജയൻ പൂക്കട പോലെ ഉണ്ട്. ഇത് അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ മുകളിൽ കുറേ ചെടിയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഒരു ഒക്ടോബർ ടു മെയ് ആണ്. അപ്പം ഓരോ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യമുണ്ട്. കാരണം ഒക്ടോബറിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ എത്ര നാൾ മുന്നേ എത്രയോ ആൾക്കാരിങ്ങനെ വർക്ക് ചെയ്തിട്ടായിരിക്കും ഇതുപോലെ ഇത്രയും മനോഹരമായിട്ട് ഇതിങ്ങനെ പബ്ലിക്കിന് വേണ്ടി കാണാൻ പാകത്തിന് അവർ നിർമ്മിച്ചു വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എത്ര ആളുകളുടെ എഫേർട്ട് ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച ഒരു കാര്യമാണ്. എങ്കിലും ശരിക്കും അവരെയൊക്കെ ഒരുപാട് അഭിനന്ദിക്കുന്നു, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും. കാരണം അത്ര മനോഹരമായിട്ടാണ് ഓരോ ഡിസൈനും ചെയ്തിരിക്കുന്നത്.
ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഈ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ടണലൊക്കെ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ നിന്നിട്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ അതാ ഞാൻ പറഞ്ഞ ഒരുപാട് ആളുകളുടെ ഏറ്റവും നല്ലൊരു ഫേവറേറ്റ് ഫോട്ടോ പ്ലേസ് കൂടിയാണ് ഇതെന്ന് പറയുന്നത്. എൻ്റെ വഴിയിലൊക്കെ നിന്ന് ഒരുപാട് പേര് റീൽസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് കാണാം. ഇതൊക്കെ മറ്റൊരു ഓരോ ഡിസൈനുകളാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഓരോ ഡിസൈനുകളാണ്. വളരെ മനോഹരമായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് ദുബായ് മിറക്കിൾ ഗാർഡനിലെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ A380യുടെ സെയിം സൈസിൽ ഒരു ഫ്ലൈറ്റ് പോലെ ഉണ്ടാക്കി അവിടെ ഫ്ലോറൽ ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. സെയിം സൈസിലാണ് ചെയ്തേക്കണേന്ന് ഓർക്കണം. അത്ര വലുപ്പമുള്ള ഒരു A380 എന്ന് പറയുന്ന ഫ്ലൈറ്റ് തന്നെ ഒരുപാട് വലുപ്പമുള്ളതാണ്. ഈ ഒരു സംഭവത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ 2016 കിട്ടിയതാണെന്നും കൂടെ ഓർത്തോണം. അങ്ങനെ ഇതൊക്കെയാണ് പറയുന്നത് ദുബായ് മിറക്കിൾ ഗാർഡൻ എന്ന് പറയുന്ന വെറൈറ്റിയുടെ അങ്ങേയറ്റമാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ശരിക്കും സൈസ് കാണണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേറെ സൈഡിൽ നിന്ന് നമുക്ക് കാണാം. അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു വിങ്സിൻ്റെയൊക്കെ ഒരു ഹൈറ്റും അതിൻ്റെ ഒരു വലുപ്പമൊക്കെ. ഇത് കണ്ടോ, ഒരു മരത്തിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും വലിയ വിങ്സാണ് ഇതിനുള്ളത്. സെയിം വലുപ്പത്തിൽ, ഒരു രക്ഷയില്ല. നമ്മൾ ആ ഒരു സൈഡിൽ കൂടെ തന്നെയാണ് ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നത്. ഈ മുന്നോട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഏറ്റവും വരെ ഫുഡ് കോർട്ടുകളാണ്. പല രീതിയിലുള്ള ജ്യൂസുണ്ട്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് ഇരുന്ന് പിള്ളേർക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്. ഒരുപാട് ടോയ്സിൻ്റെ ഇത്, അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിതിനകത്ത്. പൈസ എത്ര വേണേലും വാരി എറിഞ്ഞാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്മർഫിൻ്റെ. എവിടെയും കുറേ ഏരിയയിൽ സ്മർഫിൻ്റെ വില്ലേജൊക്കെ ഉണ്ട്. ഇനി വരുന്നുണ്ട്, ഞാൻ കാണിക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ, കുറേ സ്മർഫുകൾ നിരന്ന് നിൽക്കുന്നു. ഞാനൊന്ന് വെറൈറ്റി ആയിട്ടൊരു വീഡിയോ എടുക്കുന്ന കേട്ടോ. ഇതൊക്കെ ആളുകളുടെ ഫേവറേറ്റ് സ്പോട്ടുകളാണ്. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഒരുപാട് ആളുകളാണ് നിൽക്കുന്നത്. പിന്നെ ഇടയിൽ കൂടെ വേണം ഒന്ന് വീഡിയോ എടുത്ത് സെറ്റാക്കാനായിട്ട്. ഈവൻ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്. ഇതെന്താണ് സംഭവം എന്നറിയത്തില്ല. പെൻഗ്വിൻ. എന്തോ ഹൈറ്റാണ്, നോക്കി എന്ത് വലിപ്പമുള്ള പെൻഗ്വിനാണ്. ഫുള്ള് അതിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച്. ഇത് ശരിക്കും ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ ഒരു ഏരിയയിലാണ് ഈ മിറക്കിൾ ഗാർഡൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും കണ്ടോ അത്രയും ഹൈറ്റിലാണ് മരങ്ങൾ വെച്ച് അകത്തെ ഒരു വ്യൂ കാണാതിരിക്കാനായിട്ട് കംപ്ലീറ്റ് മറച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് മരങ്ങൾ നിൽക്കുന്നതായിട്ട് മാത്രമേ കാണുള്ളൂ. ഇതിൻ്റെ ടിക്കറ്റ് എടുത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തുള്ള ഒരു റിയൽ ആയിട്ടുള്ള ഒരു വ്യൂ പുറത്തുള്ള ആളുകൾക്ക് കാണാൻ പറ്റുള്ളൂ. ജപ്പാൻ സ്റ്റൈൽ. ഇതാണ് നമ്മുടെ സ്മർഫ് വില്ലേജ് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രസമുണ്ട്. സ്മർഫിൻ്റെ വീട്,
ചെടിക്കിടയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നത് എന്തൊരു രസമാണ്. അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു വർഷം ഒരു 1.5 മില്യൺ വിസിറ്റേഴ്സാണ് ആനുവലി വരുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഓരോ വർഷവും ഇതിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസായിട്ട് മാറിയിട്ടുണ്ട് ദുബായ് മിറക്കിൾ ഗാർഡൻ. സ്മർഫിൻ്റെ വില്ലേജ് ആണെന്ന് തോന്നുന്നു തീം ബേസ്ഡായിട്ട് ഏറ്റവും കൂടുതൽ ഏരിയയിലുള്ള ഒരു ഇതാണ്, ഒരു തീം ബേസ്ഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഒരുപാട് ഏരിയയിലുണ്ട്. ഇത് സ്മർഫ് വില്ലേജ് കാണാനാണെങ്കിലും നല്ല രസമുണ്ട്. കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് തോന്നുന്നു ഇതെന്ന് പറയുന്നത്. അവിടെയൊക്കെ ഒരു ഫേവറേറ്റ് ആളാണല്ലോ. ഒരു പ്ലേസ് പോലും വെറുതെ വെച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം എല്ലാ ഏരിയയിലും പൂക്കൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് വന്നത്. കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ടെന്ന് വെച്ചാൽ ഒരു ഡേയുടെ ഒരു വിഷ്വൽസും പിന്നെ ഒരു നൈറ്റിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു വിഷ്വൽസും എങ്ങനെയുണ്ടെന്നും കൂടെ അറിയാനായിട്ടാണ് ഞാൻ ഒരു ടൈം ചൂസ് ചെയ്ത് വന്നത്. എന്തായാലും നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള പതുക്കെ ലൈറ്റൊക്കെ ഇട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. സ്മർഫ് വില്ലേജ് അങ്ങനെ തീരുന്നില്ല കേട്ടോ, ഒരുപാട് ഏരിയയിൽ തന്നെ ഉണ്ട്. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് സ്മർഫ് വില്ലേജ്. കുട്ടികളെയൊക്കെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ വളരെ കൂടുതൽ ഏരിയയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പോകുന്ന വഴിയൊക്കെ എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്ക്. മരങ്ങളൊക്കെ എന്ത് വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ മരത്തിൻ്റെ പൂക്കൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ഒക്കെ ഓരോന്നും ഓരോ വെറൈറ്റിയാണ്. ഇതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഡിസൈൻ ചെയ്ത ആള് ശരിക്കും അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അത്ര മനോഹരമായിട്ടാണ് ഓരോ ഡിസൈനും ചെയ്തിരിക്കുന്നത്. ഓരോ പ്ലേസിലും നമ്മൾ പോകുന്ന വഴിക്കൊക്കെ എവിടെ വേണമെങ്കിലും നമുക്കിരുന്ന് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഇതാണ് അടുത്ത ഫോട്ടോ സ്പോട്ട്. ഇവിടെ നല്ല ക്രൗഡാണ്. എല്ലാ ഫോട്ടോ സ്പോട്ടുകളും ഭയങ്കര ക്രൗഡാണ്. ഓരോ സീസണിലും എല്ലാ ഡിസൈൻ മാറ്റിയില്ലെങ്കിൽ പോലും ഡിസൈനിൽ പല രീതിയിലുള്ള തീമിലുമൊക്കെ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് ഓരോ സീസണും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ എഫേർട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ല, സമ്മതിക്കണം. ഈ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയാൻ ചില്ലറ കാര്യമൊന്നുമല്ല. ഇവരെല്ലാവരും ഇവിടെ വിശ്രമിക്കുകയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടത്തുന്നു. ഓരോ പ്ലേസും അതിമനോഹരമാണ് കാണാനായിട്ട്. ഇതാണൊരു എന്താ പറയണ്ട, ഒരു രക്ഷയില്ലെന്ന് വേണം പറയാൻ. ഈ കാണുന്ന ഒരു ക്ലോക്ക് ശരിക്കും ഇത് വർക്ക് ചെയ്യുന്ന കേട്ടോ. പതുക്കെ മൂവ് ചെയ്യുന്നത്. നമ്മളവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ സ്ലോ ആയിട്ട് അത് മൂവ് ചെയ്യുന്നത്.
മയിൽ, അതുപോലെ തന്നെ ഇത് അതിൻ്റെ തൊട്ട് ആ ക്ലോക്കിനോട് തൊട്ടടുത്തുള്ള ഒരു എന്താ പറയണ്ടത്, വേറൊരു മുകളിലേക്ക് കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ഒരു പ്ലേസാണിത്. അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റെപ്പുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ ഇരിക്കാനുള്ള പ്ലേസും ഒക്കെ ഉണ്ട്. ഒരു എന്താണ് ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള ഏരിയ ആണെന്ന് തോന്നുന്നു. വീണ്ടും നമ്മൾ മുകളിലേക്ക് പോയി. ഇവിടെ ചെറിയ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്, ഫുഡ് കോർട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ മുകളിൽ. ഏകദേശം ഒരു 2 സ്റ്റെപ്പ് ഒരു ഇത് മുകളിലേക്ക് കയറിയിട്ടാണ്. മുകളിലൊരു ഓപ്പൺ ഏരിയ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തൊരു പ്ലേസ്. കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഹൈറ്റിൽ നിന്ന് നമുക്ക് താഴോട്ട് നോക്കി ബാക്കിയുള്ള എല്ലാം നല്ലൊരു വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. ഫ്ലൈറ്റൊക്കെ അങ്ങനെ കിടക്കുന്നത് ഫ്ലൈറ്റിൻ്റെ ഫുൾ വലിപ്പം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇത് അപ്പുറത്ത് ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ആദ്യം കണ്ടത്. ഇതിപ്പം വേറെ സൈഡിൽ നിന്നുള്ള കംപ്ലീറ്റ് കണ്ടത് സിൻഡ്രല്ല ഹൗസ്. അതിൻ്റെ കളറൊക്കെ മാറുന്നത് എന്ത് രസമാണ് കാണാനായിട്ട്. ജയൻ എലിഫൻറ്റ്. എന്തോ ഒരു മോഡലാണ്. ഇതിനകത്ത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കാണുന്നത് 70 to 80% ഡെസേർട്ട് മാത്രമുള്ള ഒരു രാജ്യത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗാർഡനാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ഡെസേർട്ട് മാത്രമുള്ള ഒരു രാജ്യത്ത് അത്രമാത്രം എഫേർട്ട് എടുത്ത് ഇത്ര മനോഹരമായിട്ട് ഇത് കൊണ്ടുപോകണമെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളുടെ ആ ഒരു വിഷൻ, ലോകത്തിലുള്ള എല്ലാ ആളുകളും ഇവിടെ വന്ന് ഇത് കാണണം എന്നുള്ള അതിൻ്റെ പിന്നിലുള്ള ആ ഒരു എഫേർട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും സമ്മതിച്ചു കൊടുക്കണം. അതാണ്. അതുപോലെ ഇവരുടെ ആ ഒരു ഇറിഗേഷൻ സിസ്റ്റം, റീസൈക്കിൾ വാട്ടറൊക്കെയാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഒരു പൂവിന് പോലും ഒരു വാട്ടം പോലും ഇല്ലാത്ത രീതിയിൽ അത്ര മനോഹരമായിട്ടാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്തോ വലുപ്പമാണ് ഈ എലിഫൻറ്റിന്. ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്തില്ല. വളരെ എല്ലാം നാച്ചുറലായിട്ടുള്ള പൂക്കളും നാച്ചുറലായിട്ടുള്ള ചെടികളുമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം. അതുപോലെ തന്നെ ഓരോ സീസണിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സീസണിലും തീമിലുള്ള മാറ്റം വരുത്തുന്നതുമൊക്കെ ശരിക്കും സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. ഇതെന്താ സംഭവം എന്ന് അറിയത്തില്ല. ഒരു കോട്ട പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കും കൂടെ ഒന്ന് കയറി നോക്കാം എന്താണ് അതിൻ്റെ സെറ്റപ്പ് എന്നുള്ളത്. ചെടികളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഉള്ളിൽ ഓപ്പൺ ആണ്, പക്ഷേ ചെടികളെല്ലാം ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുവാണ്. കൊള്ളാം. ഇടയ്ക്ക് എൻ്റെ ഗിംബലൊന്ന് അനുസരണക്കേട് കാണിച്ചതാണ് ഇപ്പം കണ്ടത്. തലതിരിഞ്ഞ് പോയെന്ന് തോന്നുന്നു വീഡിയോ. ഇപ്പോഴാണ് ഒന്ന് നേരെ ആയത്.
ഇതൊക്കെ കുഞ്ഞു സിൻഡ്രല്ല ഹൗസ് പോലെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതേ രീതിയിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് ശരിക്കുള്ള സിൻഡ്രല്ല മാൻഷൻ എന്ന് പറയുന്നത്. ഒരു രക്ഷയിലോട്ട് അതിൻ്റെ കളർ മാറ്റം റെഡാണ് ഏറ്റവും നന്നായിട്ട് ചേരുന്ന കളറും തോന്നുന്നു. നല്ല രസമുണ്ട് റെഡിൽ കാണാനായിട്ട്. ഇതാണോ സെൻട്രല്ല? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ഇങ്ങനെ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെ കറങ്ങി ആൾക്കാർ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്റ്റേജ് കൂടിയുണ്ട്. എനിക്കും ചെറിയ രീതിയിലുള്ള ഫങ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിവിടെ വെച്ചായിരിക്കും നടത്തുന്നതെന്ന് തോന്നുന്നു. ഇവിടെ തന്നെ വിശ്രമിക്കാനുള്ള ബീൻ ബാഗുകളും ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ കിടക്കാം. ഇത് നമ്മുടെ മറ്റേ പുള്ളിയല്ലേ, ജീം ബൂംബ, നമ്മുടെ എന്താണ് സാധനം ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ പുറത്ത് വരുന്നത് പുള്ളി. അത് തന്നെ, ശരിയാ, അത് തന്നെയാണ് ആള്. ഇത് തന്നെയാണ് സെറ്റപ്പ്. പക്ഷേ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ പ്രോഗ്രാമുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടത്താം എന്നാണ് തോന്നുന്നത്. നടത്തുന്നുണ്ടായിരിക്കും ചിലപ്പം. കാരണം സ്റ്റേജ് പോലെ ആളുകൾക്ക് സ്റ്റെപ്പായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതിന് കേറാൻ അറിയത്തില്ല. ഒരുത്തിന് നടന്ന് പഴുത്തിന് അവനെ ഷോൾഡർ കേട്ട് അനദർ ഫോട്ടോ സ്പേസ്. ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഒരാൾ മാറിയിട്ട് വേണം അടുത്ത ആൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ വെയിറ്റിങ്ങിലാണ് കുറേ ആളുകൾ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു റൗണ്ട് കറങ്ങി തിരിഞ്ഞ് നമ്മൾ വന്ന ഒരു പ്ലേസിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു സർക്കിൾ ടൈപ്പിലാണ് ഇത് വരുന്നത്. നമ്മൾ റൈറ്റിലേക്ക് കയറി തിരിച്ച് നമ്മൾ ലെഫ്റ്റിലൂടെ വന്നു. ഇത് ശരിക്കും നമ്മുടെ എക്സിറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹോഴ്സ് എന്ന് പറയുന്നത് UAE-യുടെ ഒരു UAE ഭരണാധികാരികളുടെ ഒരു ഹോഴ്സ് റേസ് എന്നൊക്കെ പറയുന്ന ഇഷ്ട വിനോദമാണ്. ഒരുപാട് ഹോഴ്സ് റേസുകൾ ദുബായ് കണ്ടക്ട് ചെയ്യാറുണ്ട് പലപ്പോഴും. ഇതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ജയൻ്റ് ആയിട്ടുള്ള ഹോഴ്സിൻ്റെ ഹെഡ് വെച്ചിട്ടുണ്ട്. ഇത് പണ്ട് ശരിക്കും ഇത് ഫേസ് ടു ഫേസ് ആണ് ഇരുന്നത്. ഇപ്പോൾ അത് രണ്ടും രണ്ട് സൈഡിലേക്കായി നേരെ നോക്കുന്ന രീതിയിലായി. ദുബായ് മിറക്കിൾ ഗാർഡന്റെ അതിമനോഹരമായ വിഷ്വൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
നിങ്ങൾ ഓരോ സപ്പോർട്ടുമാണ് എൻ്റെ മുന്നോട്ടുള്ള പ്രചോദനം. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.